എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർട്സ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. നിങ്ങൾക്കും വേണ്ടേ ഇതുപോലെ അടീനിയം പൂക്കൾ? നമ്മുടെ കയ്യിൽ കുറച്ച് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയച്ചു തരാം. നേരത്തെ എൻ്റെ നിന്ന് വാങ്ങിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പോൾ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടായി കാണും. പക്ഷേ ആരും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഒരാളും അതിന് മുതിരില്ല. അപ്പം കുറേ ഞാൻ പ്രൊപ്പഗേഷൻ ചെയ്യാണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊത്തം അടീനിയം ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടീനിയത്തിൻ്റെ നല്ലൊരു സീസണാണ്. നല്ല വെയിലൊക്കെ ആയിട്ട് എല്ലാവരുടെയും പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് വന്നിരിക്കുന്ന അതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ 2 വെറൈറ്റിയാണ്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 150 ആണ്, ഒരു വെറൈറ്റിക്ക് വരുന്നത് 250 അങ്ങനെ 2 വെറൈറ്റി പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആർക്കെങ്കിലും ഇതിൻ്റെ പ്ലാന്റുകളുടെ ഫ്ലവറൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ കാറ്റലോഗും ഇട്ട് തരാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഒരു 5-6 ഫ്ലവറിൻ്റെ പിക്ക് കൊടുക്കാം. എല്ലാം കൂടി ഇടാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ കണ്ടമാനം ലെങ്തി ആയി പോകും. നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ താഴെ ഗാർഡനിലുണ്ട്. കുറച്ച് അവിടെ വെയിൽ കുറവായതുകൊണ്ട് ഞാൻ കുറേ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റാണ് അടീനെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പ്ലാന്റ് എൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ വാങ്ങി ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്ലാന്റിന് പോയോ അതോ ഫ്ലവർ ആയോ, പ്ലാന്റ് നന്നായിട്ട് നിൽക്കുന്നോ. പിന്നെ ഞാൻ കുറേ അടീനി സീരീസ് എന്തൊക്കെ വളം കൊടുക്കണം എന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തന്നായിരുന്നു. അതുമൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഒരു കമൻറ്റിൽ കൂടി അതൊന്ന് പറയൂ. എന്നാലേ മറ്റുള്ളവർക്കും ഒരു ധൈര്യമാകുള്ളൂ. ഓൺലൈനിൽ ഒത്തിരി പറ്റിയിട്ടുണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഒരു സംശയം തോന്നും, പ്ലാന്റ് കിട്ടുമോ എന്നൊക്കെ. നിങ്ങൾക്ക് വാങ്ങിയവർക്ക് അത് പ്ലാന്റ് കിട്ടി അല്ലെ കുഴപ്പമില്ല എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഒരു ധൈര്യമാകും. ഇതുപോലത്തെ മഞ്ഞ ഇലകളൊക്കെ പറിച്ച് കളയണം കേട്ടോ. ചുമ്മാ തൊട്ട് കൊടുത്താൽ മതി, അതങ്ങ് പൊക്കോളും. അപ്പം നിങ്ങൾ ചെയ്യുന്ന 2 സഹായം, ഒന്ന് എനിക്കും ഒരു ഹെൽപ്പാണ്, പിന്നെ പുതിയതായിട്ട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്കും ഒരു ഹെൽപ്പായിരിക്കും. പിന്നെ എപ്പോഴും ഈ പ്ലാന്റിന് വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കരുത്. ഇതിൻ്റെ ചോട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇതിന് വെള്ളം കൊടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ചോട് കോടസ് ചീഞ്ഞ് നമ്മുടെ പ്ലാന്റ് നാശമായി പോകും. വെയിലാണല്ലോ എന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാ ദിവസവും കൊണ്ട് ചെടിക്ക് വെള്ളം കൊടുക്കരുത്. ദൈവത്തെ ഓർത്ത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. മൾട്ടി പെറ്റിലും ഉണ്ട്, സിംഗിൾ പെറ്റിലും ഉണ്ട് പ്ലാന്റ് കേട്ടോ. അത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് തരാം നിങ്ങൾക്ക്. ചിലർക്ക് മൾട്ടി പെറ്റിനോടാണ് താല്പര്യം, ചിലർ സിംഗിൾ പെറ്റിലും മതി. ഇനി അറബിക്കുമുണ്ട്, അതും കാണിച്ചു തരാം. ആ പ്ലാന്റ് ഞാൻ ഇതാണ് നമ്മുടെ അറബിക്കത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതിനകത്ത് ഫ്ലേവർ അല്ല മെയിനായിട്ട് വരുന്നത്, അതിൻ്റെ കോഡക്സിൻ്റെ ഭംഗിയാണ്, അതിൻ്റെ വലിപ്പമാണ് അറബിക്കത്തിന് അട്രാക്ഷൻ തരുന്നത്. കോഡക്സിൻ്റെ വലിപ്പം കൊണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫ്ലവർ പിക്ക് കൊടുത്തേക്കാം. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എൻ്റെ നിന്ന് പ്ലാന്റ് വാങ്ങിച്ച് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, നിങ്ങളുടെ ഏത് കമൻറ്റും നമ്മൾ സ്വാഗതം ചെയ്യുന്നതാണ്. അത് മറ്റുള്ളവർക്കൊരു ഗുണകരമാകും. വീണ്ടും നല്ലൊരു വീഡിയോ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലാസ്റ്റ് കുറച്ച് ഫ്ലവർ പിക്ക് ഉണ്ടാകും, അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് സ്കിപ്പ് ചെയ്ത് പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം.